ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവാണ്. ബാക്ക് സീറ്റ് കിട്ടോ ഫ്രണ്ട് സീറ്റ് കിട്ടുമോ എന്നറിയില്ല. അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ. തൃശ്ശൂരിൽ പടം സിനിമ കാണാൻ പോകുമ്പോൾ കാണാം. ഓക്കെ ബൈ. ഞാനും ടെക്നിക്കൽ പാസ്സായി. നമ്മൾ 8ാം ക്ലാസ് ടൂറല്ല 7ാം ക്ലാസ് ടൂർ പിന്നെ എടുത്ത് കളിച്ചായിരുന്നു അറിയാം. ഓരോ കാപ്പി കുടിക്കാൻ ഓരോ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാണ്. അങ്ങനെ സമയം തിരിച്ച കാപ്പി പോകും. ചായയെക്കുറിച്ച് എന്താ പറയാ? ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും. അതെല്ലാവർക്കും അറിയാം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടില്ല. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നല്ല കറുത്ത ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു അൺനോൺ സ്ഥലത്താണ്. നമുക്ക് അറിയത്തുള്ള സ്ഥലമാണ്. ഹായ് ഗൈസ്, രാവിലെ കൂർഗത്തി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതൊന്നുമല്ല, 1950 രൂപയായിരുന്നു. 1950 രൂപ പോയി. ഇവിടെ ഒരു കോട പോലെ വലിയ കോട പാലായതുണ്ട്. എന്തുവാ ഇത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്ഥലവും കൊള്ളില്ല, ട്രിപ്പും കൊള്ളൂല്ല, പോവില്ല. എന്നാ ബൈ. കൂർഗ് കടങ്ങാൻ പോവാണ് അല്ലേ? ആദ്യം പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അതെന്താന്ന് പോലും മനസ്സിലാകുന്നില്ല. എവിടെ എന്തെങ്കിലും കാണിക്കാം. ഒരെണ്ണം ഇരിക്കുന്നുണ്ടല്ലേ ബുദ്ധങ്ങളെ പോലെ. വലിയ ബുദ്ധനാന്ന വിചാരം. ഒരെണ്ണം ഇരിക്കുന്നുണ്ടല്ലേ. ഇമിറ്റേറ്റിംഗ് ആണോ? ഇത് വേറെ എടുത്തുണ്ട്. പിന്നെ നമുക്ക് ആ സംഭവം ഒന്നുമില്ല. നമ്മള് നേരെ പോകും. എടാ നേരെ പോകുന്നുണ്ടല്ലേ ഇരിക്കുന്നു. ഞാൻ ഇരിക്കില്ല. നിങ്ങൾ ഡാം കാണാൻ വന്നിരിക്കുകയാണ്. ഡാം ഇവിടെ ഉള്ളവരൊന്നും ഡാം കണ്ടിട്ടില്ല. അപ്പൊ ഡാം കണ്ടിട്ടേ പോകുള്ളൂ എല്ലാവരും അല്ലേ? ഡാം കണ്ടിട്ടില്ല. ഡാമാ ചോദിച്ചേ. ഡാം അത് ഡാമാന്ന് തോന്നുന്നു. ഇഷ്ടം മിമി ഡാം എവിടെയാ? മിമി ഞങ്ങളോട് ഷോ കാണിച്ചിട്ടില്ല. വിധുവിന് ഷോ ഞങ്ങളിപ്പോൾ ചിക്കമംഗളൂർ വിസിറ്റ് ചെയ്യാന്ന് പറയുമ്പം ഒരു ട്രക്കിങ്ങിലൂടെ ഞങ്ങളിപ്പം ജീപ്പിലൊക്കെ കയറി യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തെത്തി അല്ലേ? എവിടെ എത്തി? കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഏതോ സ്ഥലത്തൊക്കെ എത്തി. എന്തോ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. സോ ഇതൊന്നും മനസ്സിലാവുന്നില്ല. എവിടെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഓരോരോ ഘട്ടമായിട്ടുള്ള സ്ഥലങ്ങളാണ് പോകുന്നത്. ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഇവിടുന്ന് നന്ന മോളിൽ ചെന്നിട്ട് എന്നാ ചെയ്യേണ്ടത്? കുരങ്ങനൊക്കെ പോകുന്നുണ്ട്. ഫോണും കൊണ്ട് പോകുന്നു.
കുറേ കാഴ്ചകളുണ്ട് കാണിക്കാം. ഇവിടെ വിചിത്ര ആചാരങ്ങളാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ചെരുപ്പ് ഉരുട്ടി വെള്ളത്തിൽ ചവിട്ടി ആ കാണുന്ന മലയിലൂടെ പോകണമെന്നാണ് പറയുന്നത്. ആണോ? എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ചെരുപ്പൊക്കെ ഊരിട്ടെന്ത് വിളിക്കാത്തോടെ പോകണം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏത് മല? മലയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ചൂടാണ്. ഇത്രയും ചൂട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. നല്ല വെയിലാണ്, നല്ല വെയിലാണ്, നല്ല വെയിലാണ്. പക്ഷെ അത്ര തണുപ്പ് ചെറുതായിട്ടുണ്ട്. പക്ഷെ ചൂട് ഫീൽ ചെയ്യാത്ത തണുപ്പാണ്. അത്ര അത് കയറ്റത്തിന്റെ വല്ല പൊക്കത്തിലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഭയങ്കര വൃത്തിയാണ്. ഒരു കോട പോലും ഇല്ല. എല്ലാവരും അങ്ങനാണല്ലോ, കോട വരത്തില്ല. ഇളകി മറിഞ്ഞാണ് പോകുന്നത്. കാരണം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഡ്രൈവറുടെ ഏട്ടൻ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഈ വളമൊക്കെ നേരെ തിരിക്കേണ്ടതിന് വളഞ്ഞു തിരിക്കുന്നത് കഷ്ടമാണ്. വണ്ടി ഓടിക്കുന്നത് ശരിയല്ല അല്ലേ? അതെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതും അങ്ങനെ ഇരിക്കുന്നതും ചെടിയൊക്കെ നട്ടു വെച്ച് ഷർട്ട് സോ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്തെത്തി. അവിടുന്ന് മാറിയിട്ട് ഈ വണ്ടിയിലാണ് ഞങ്ങൾ വരുന്നത്. ഈ വണ്ടി വന്നിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തെത്തി. ഇപ്പൊ പറയുന്നത് ചെരുപ്പും പിന്നെ ഫോണും ഒക്കെ വണ്ടി വെച്ചിട്ട് മണ്ടയിലോട്ട് നടന്നു പോകണം എയർപോർട്ടായിട്ട്. സോ ഭയങ്കര ഇവിടുത്തെ ഷൂ ഒക്കെ ഇട്ട് വന്നേക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ എന്താ ഷൂ ഇട്ടാണ്. വ്യൂ പോയിന്റും ടെമ്പിളിലും ഒക്കെയാണ് പോകുന്നത്. അപ്പം എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷെ എന്നാലും ചെരുപ്പ് ഊരി അതുപോലെ ഫോൺ മാറ്റി വെച്ച് പോകാന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കാൻ ഇനി പറ്റില്ല. സോ എൻ്റെ ഗായ്സിനോട് ക്ഷമിക്കണം. പ്ലീസ് ഫോർഗീവ് മീ. ആ ഒരു പ്ലാൻ ഫേക്ക് ആയിരുന്നു. ഞങ്ങളെ പറഞ്ഞ പ്രോമിസ് ചെയ്ത് പറഞ്ഞ പറ്റിക്കുകയോ ചെയ്തു അല്ലേ? ഞങ്ങളെ ആ കാര്യം പറഞ്ഞ പറ്റിച്ചു. ചെരുപ്പ് ഊരി ഫോൺ ഊരി വെച്ചിട്ട് അവന്റെ ഫോൺ കാണാൻ സോ ഇപ്പൊ ഇവിടുന്ന് മാറി വേറെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത് അറിയില്ല. എല്ലാം ഇത് കൂടി പന്ന വഴി കൂടെ പോകുന്നത്. ഈ വണ്ടിയില് വേറെ കുറെ ഗൈസ് വരുന്നുണ്ട്. എൻ്റെ അത് ഞങ്ങളുടെ കുറെ ഗൈസ് ഉണ്ട്. ഗൈസ് അപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങി നടന്ന് ആ കാണുന്ന മലയിലോട്ട് പോകണം. നടന്നു പോകണമെന്നാണ് പറയുന്നത്. നടന്നു പോയിട്ട് തിരിച്ച് ഈ വണ്ടിയുടെ അടുത്ത് വരണം. എന്നിട്ട് നല്ല സൈറ്റിങ് ഒക്കെ കാണാൻ വണ്ടി എന്നിട്ട് ഞങ്ങൾ ഈ കണ്ട സത്യം പറഞ്ഞ വ്യൂ ഉണ്ട്. പക്ഷെ കോടയില്ല, ഒലിഞ്ഞ വെയിലും ഉണ്ട്, കാറ്റടിച്ചുള്ള തണുപ്പുണ്ട്. വേറൊന്നും ഞാൻ കാണുന്നില്ല. കാറ്റാണ് മെയിൻ. കാറ്റ് നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. തണുപ്പുള്ള കാറ്റാണ് വരുന്നത്. നല്ല തണുപ്പ്. നല്ല വെയിലും ഞങ്ങൾ നടന്ന് മലയുടെ മണ്ടയുടെ ടോപ്പിലെത്തുവാണ്. ബാക്കി ആൾക്കാർ വരുന്നുണ്ട്. നല്ല കയറ്റമാണ് ഞാൻ കാണിക്കാം. വീഡിയോയിൽ ഇങ്ങനെ കയറ്റം കാണുന്നത് എനിക്ക് മനസ്സിലാക്കി. പക്ഷേ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഇതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല അല്ലേ? നല്ല ഇഷ്ടമുള്ള കാര്യമില്ല. ഓക്കെ, മണ്ട ചെന്നിട്ട് കാണാം. നല്ല കാറ്റുണ്ട് ഇവിടെ. എല്ലാം പറപ്പിക്കും. വ്യൂ പോയിന്റിലെത്തി. പറഞ്ഞു വെള്ളം എടുക്കാൻ വായി നോക്കണമെങ്കിൽ എന്നാ നിനക്ക് മാത്രം വീട്ടിൽ കൂടില്ലാത്ത വായി നിനക്ക് മാത്രമേ ഉള്ളൂ.
മല കയറി തിരിച്ച് വണ്ടിക്കകത്ത് വീണ്ടും വന്നു. അവിടെ മല വെച്ചുള്ള കുറെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ. അതിൻ്റെതായ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വീണ്ടും വണ്ടിക്കകത്ത് വന്നു. ഇനിയിപ്പോ അങ്ങോട്ടാ പോകുന്ന വെച്ചാൽ എനിക്കറിയില്ല. കഴിക്കാൻ പോവായിരിക്കും. 1:30 സമയം 1:30 ഉമ്മാരോട് എന്താ പറയുന്നത്. സോ അപ്പൊ അടുത്ത് വീണ്ടും ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കാണാല്ലേ. ഫുഡ് കഴിക്കുന്ന എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇടാം. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന് തിരിച്ചിറങ്ങി പോവാണ്. പക്ഷെ വളവൊക്കെ തിരിക്കുമ്പോൾ ടയറൊക്കെ ഊരി പോകും തോന്നുന്നുണ്ട്. അതവിടെ വെച്ച് ഈ ഇടിച്ചിട്ട് അതേപോലെയാണ് വണ്ടി വരുന്നത്. ഈ വളവൊക്കെ തിരിക്കുമ്പോൾ ടയറൊക്കെ തെറ്റുന്നുണ്ട്. ഭയങ്കര ആ ടയറിന്റെ സൗണ്ടൊക്കെ ഉണ്ട്. മിക്കവാറും ഞങ്ങൾ താഴെ എത്തും തോന്നില്ല. അതിന് മുമ്പ് ഞങ്ങൾ തട്ടിപ്പോകുന്നതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വേറൊരു മല കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് വെച്ചേക്കുന്നുണ്ടെന്ന് കേൾക്കത്തില്ലായിരിക്കും. പക്ഷെ ഞങ്ങളിപ്പോ വേറൊരു മല കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങില്ല എന്ന് പറഞ്ഞാലൊക്കെ ഉറങ്ങുന്നുണ്ടല്ലേ. ഇവൻ ഇവിടെ ഉറങ്ങുന്നു. ഇതിനൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഒരു എന്തോ 2 ചോറും 2 ചോറും അച്ചാറൊക്കെ തിന്നപ്പോഴത്തേനും ഇതിന് ഉറങ്ങാൻ തുടങ്ങിയല്ലാണ്. ഇത്രയുള്ള എല്ലാവരുടെ കപ്പാസിറ്റി. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നു. ഇവിടെ വന്നു. ഇനി ഇവിടുന്ന് ഈ മല കയറി ഇവിടെ എത്താം എന്നാ പോകും. സിമ്പിൾ. വീഡിയോ കാണുമ്പോൾ വലിയ മലയായിട്ട് തോന്നും, ചെറിയ മലയായിട്ട് തോന്നും. പക്ഷേ അത്യാവശ്യം വലിയ മലയാണ്. പക്ഷെ സാരല്ലോ നമ്മൾ അല്ലേ, നമുക്കതൊക്കെ വിഷയമാണോ? ബാക്കി ആരുമില്ല. സോ കയറിട്ട് കയറുന്ന വഴിക്ക് കാണാം, അല്ലെ കയറി ചെന്നിട്ട് കാണാം. ഓക്കെ ബൈ. ഞങ്ങളിപ്പോൾ ഒരു 100 സ്റ്റെപ്പ് 150 സ്റ്റെപ്പായെന്ന് തോന്നുന്നു കയറിയിട്ട്. ഇത്രയും പോയി ഞങ്ങൾ കയറി. ഇങ്ങോട്ട് ഇനിയും കയറാൻ കിടക്കുന്നു. ഇത്രയും കയറാൻ കിടക്കുന്നു. കയറും, വലിയ പാടൊന്നുമില്ല. സുഖമാണ്. ഈസി. ഞങ്ങളങ്ങനെ മലമണ്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇല്ല, എല്ലായിടത്തും ഗ്യാലറിക്ക് എത്തിയിരിക്കും. അപ്പം ഇവിടെ എത്തി. ഇനി അവിടുത്തെ ഒരു അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് അവിടെ ചെരുപ്പ് ഊരാൻ പറയുന്നുണ്ട്. ചെരുപ്പ് ഊരിയിട്ട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് കയറി പോകുന്നതാണ്. ഞങ്ങളങ്ങനെ ചിക്കമംഗലൂർ ടൗണിലെത്തി. അല്ല ടൗണില്ല, എൻ്റെ മണ്ടയിലെത്തി. ഇത് നോക്കിയാൽ ചിക്കമംഗലൂർ കാണാം. ചിക്കമംഗലൂർ ടൗൺ കാണാം. വലിയ ദൂരം കേട്ടോ. ഞങ്ങളിപ്പം ഇതൊരു അമ്പലമാണ്. ഇതമ്പലം വരെ എത്തി. ഇവിടെ മണിയും പറഞ്ഞൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് എവിടെയാണ് തിരിച്ച് താഴോട്ട് പോകണം. ഈ കയറ്റമെല്ലാം കയറി താഴോട്ട് പോകണം. എന്നാലേ പക്ഷേ സമയം ഇപ്പം 3:40 3:46 3:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും തിരിച്ച് റൂമിലെത്തണം. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി തിരിച്ച് ഞാൻ റൂമിലോട്ടാണ് പോകുന്നത്. പക്ഷേ പതുക്കെ പോകുള്ളെന്നാണ് പറയുന്നത്. കാരണം നേരത്തെ റൂമിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല. റൂമിൽ ചെല്ലുന്ന വേസ്റ്റാണെന്നാണ് പറഞ്ഞത്. കാരണം നേരത്തെ റൂമിൽ ചെല്ലല്ലെന്നും പറഞ്ഞ അവിടെ എന്തൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ വന്നു കുറച്ച് തങ്ങിയായിരിക്കും പോവുക. ഉണ്ടോ നല്ല വ്യൂ ഉണ്ടോ? ഇവിടെ നല്ല വ്യൂ കൊള്ളാം, പക്ഷെ കൊള്ളില്ല. ഈ ഫാഷനൊക്കെ ഉണ്ട്. പുല്ല് കൊണ്ടുണ്ടാക്കി ഇത് എന്തിനത് ഉണ്ടാക്കിയത്? ഞാനും ഇട്ടോട് കിടക്കുന്നതിന്റെ എനിക്ക് ഇവിടുന്ന് ചാടാൻ തോന്നുന്നു. ചാടണം. ഇപ്പം അവനും പറയുന്നത് ചാടണം തോന്നുന്നു. അപ്പം ഒറ്റ വേണ്ടി ചാടിയാലോ? ചാടാം നമുക്ക്. തിരിച്ചിറങ്ങാം. ആ മലയെല്ലാം കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ ആ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. റിസോർട്ടിലല്ലോ ഹോട്ടലിലോട്ട്
പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. റിസോർട്ടല്ലല്ലോ, ഹോട്ടല്. എന്തോ കോപ്പ് അശ്ലീലം പറയല്ലേ, ബ്ലോഗാണ്. ഇവിടെ ഒരുത്തം പറഞ്ഞു ഇവിടെ ഇവിടെ ഒന്നും വേണ്ട. അതെ അതെ, പോലീസ് പിടിക്കുന്നുണ്ട്. അടുത്ത ഗ്യാങ്. ഇനി എന്തൊക്കെ പ്ലാൻസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. വൈകിട്ട് ചെന്ന് 2 കടിയും 2 ചായയും കുടിക്കണം. കടിയും ചായയും കഴിഞ്ഞാൽ തന്നെ പരിപാടി. അതിനെ കുറിച്ച് പൊള്ളിക്ക ട്രെൻഡ് അറിയാവോ? അവരവിടെ കാണൂല കേട്ടോ. ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കാൻ പാട്ട്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പം ഫുഡൊക്കെ കഴിച്ച് പൂളിലൊക്കെ ചാടിയിട്ടിരിക്കുകയാണ്. പട്ടിയാണ്, പ്രതിമയാണ്. പൂളിലൊക്കെ ചാടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നും ഇല്ല. ഇനിയിപ്പോൾ കിടക്കണം. പക്ഷെ അതിന് മുമ്പ് കുറേ വെറുതെ ഇരിപ്പായിരിക്കും. സോ ഇപ്പം വ്ലോഗ് എടുക്കുന്നു ഗൈസ്. ഒരു കപ്പ് നിറയെ അച്ചാർ അടിച്ച് മറ്റിരിക്കുകയാണ്. അച്ചാറെന്ന് പറഞ്ഞാൽ ഇതാണ് അച്ചാറ്. ടേസ്റ്റ് എന്ന് തന്നെ ഇതാണ് അച്ചാറ്. നല്ല കണ്ണിമാങ്ങ അച്ചാറാണ്. ഇത്രയും ടേസ്റ്റ് എൻ്റെ അച്ചാർ ഞാൻ കണ്ടില്ല. ഇത് വെറുതെ തിന്നാൻ തോന്നും. അതുകൊണ്ട് കുറേ അടിച്ച് വെച്ചിട്ട് കപ്പ് തരം അടിച്ച് വെച്ചു. ഭിത്തി കളിക്കുന്നു. ഇത് 2 റൂമ്. ഇനി ഇവിടെ റൂമുണ്ട്. ഈ ഭിത്തിക്ക് പുറകിൽ അവിടെയാണ് മറ്റേ റൂമ്. ശരിയാ. ഇതാ പരിപാടി, തണുപ്പ് മാറ്റാൻ വേണ്ടി രാത്രി 3:30 എല്ലാവരും രാത്രി 2:30 30 പുഷപ്പ് അടിച്ചോണ്ടിരിക്കുന്നു അഭിരാജ്. അഭിരാജ് എൻ്റെ പെർഫോമൻസ് ആയിരുന്നു. 35 എത്തിച്ചു. ഇനി വിധു. രണ്ടായിരുന്നു. 10 അടിച്ച് വാക്ക് വലിച്ചിരിക്കുന്നു. അങ്ങനെ മുട്ടി അറിയോടാ.
ഡേ 3 ഡേ 3 വ്ളോഗിങ്. ഇപ്പം ഞങ്ങളിപ്പം നിൽക്കുന്ന ബേലൂർ ടെമ്പിളിലാണ്. ബേലൂർ ടെമ്പിളിൽ ഒന്നും കാണാനില്ല, ചുമ്മാ അവിടെ ഇഷ്ടിക കൊട്ടാരങ്ങളും അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, ശരിയാണ്, ഒരു റിച്വൽ സ്ഥലമാണല്ലേ. അപ്പം കുറേ ഏതാ അമ്പലം അത്രേ ഉള്ളൂ. ഞങ്ങളിപ്പം ടൂറിസ്റ്റ് ബസ്സിലാണ്. ബസ്സിൽ ഇരുന്ന് ബസ് ഓടിക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു. ബസ് ഓടിക്കരുത്. ഞാൻ തിരിച്ചു വരുന്ന വ്ലോഗുകൾ എടുക്കില്ലായിരിക്കും, കാരണം എടുക്കാവുന്നില്ല. തിരിച്ചിങ്ങനെ വന്നോണ്ടിരിക്കുന്നു എന്നൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. സോ എടുക്കില്ലായിരിക്കും. ഞാൻ വീണ്ടും വന്ന് വ്ലോഗിൻ്റെ ചെയ്യുന്നില്ല. ഇത് സുലൈമാനി. ഞാൻ സുലൈമാനി അടിക്കാൻ രാത്രി എന്തോ തൊണ്ട ഒന്നും ചൂടാക്കാൻ ആഗ്രഹം, അതുകൊണ്ട് കുടിക്കാൻ വെച്ചു.